നമസ്കാരം. ഇന്നത്തെ റെസിപ്പി മുട്ട റോസ്റ്റാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത്. വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോ മുട്ട റോസ്റ്റാണ്. മുട്ട റോസ്റ്റിന് ആവശ്യമായ മുട്ട പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങിയെടുക്കുന്നതിന് പുഴുങ്ങി അതിൻ്റെ തോട് എളുപ്പത്തിൽ കളയാനുള്ള ഒരു ടിപ്പാണ്. ഒരു കുക്കർ എടുത്തിട്ട് നമുക്ക് ആവശ്യമായ മുട്ട, ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ മുട്ട കുക്കറിനകത്തേക്ക് വെച്ച് കുറച്ചേറെ തന്നെ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മുട്ട മൂടി കിടക്കുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുക്കർ അടച്ചു വയ്ക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് കുക്കർ തുറന്നിട്ട് മുട്ട തോട് പൊട്ടിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് എയർ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. മുട്ട ഭംഗിയായിട്ട് തോട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുട്ടയിലേക്ക് ഇതുപോലെ ഒരു 3 സൈഡ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കത്തി എടുത്തിട്ട്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് മസാല പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി മുട്ട റോസ്റ്റിന് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരട്ടെ. ചൂടായി ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നൈസായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സവാള ചെറിയ മീഡിയം 3 എണ്ണം അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിൽ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാള ഗോൾഡൻ നിറം ആവുന്നത് വരെ വേണ്ടെങ്കിലും ഒരു 20 മിനിറ്റെങ്കിലും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ബിരിയാണിക്കുള്ളത് പോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട. എന്നാലും സവാള നന്നായി വെന്ത് റോസ്റ്റായിട്ട് വരുന്നത് വരെ ഒരു 20 മിനിറ്റെങ്കിലും വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയെല്ലാം ലൈറ്റ് ബ്രൗൺ ആയിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മീതിലേക്ക് ഈ മസാലയെല്ലാം ഇട്ട് കൊടുക്കാം. മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ മുട്ടയുടെ മീതെ ഈ മസാലയെല്ലാം പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. അങ്ങനെ മുട്ട റോസ്റ്റ് റെഡി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.